ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പൊതിച്ചോറ്. ഇന്നത്തെ പൊതിയിൽ എന്തെല്ലാം കറികളുണ്ടെന്ന് നോക്കിയാലോ. എന്നും പറയുന്ന പോലെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് തീർച്ചയായും നമ്മുടെ കൂടെ വേണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഓരോ ദിവസവും ഇതുപോലുള്ള വീഡിയോ നമുക്കിടാൻ സാധിക്കുന്നത്. നമ്മൾ ആദ്യം വെക്കുന്നത് ഒരു മെഴുക്കുവരട്ടിയാണ്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അടുത്തൊരു വെറൈറ്റി തോരനാണ്, ചക്കമടൽ വെച്ചുള്ളൊരു തോരൻ. ഇതുണ്ടാക്കുന്ന വീഡിയോ ഇതിനോടൊപ്പം ഉണ്ട്, അതെല്ലാവരും ഒന്ന് കാണും. നല്ല രുചികരമായ ഒരു തോരനാണ്. ഇന്ന് പച്ചമീനുണ്ട്, ഉലുവ മീനാണ്. അത് നമ്മൾ ഇന്ന് നല്ലപോലെ വറുത്ത് വെക്കുന്നുണ്ട്. അതും 2-3 പീസ് വെക്കുന്നുണ്ട്. ഇന്ന് ചമ്മന്തിയില്ല, അതിനാരും കോഴിക്കറിയാണ്, സാമ്പാറാണുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ പൊതിയിലുള്ള കറികൾ. ഈ പൊതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മുമ്പേ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ കൂടെ നമ്മൾ ചക്കമടൽ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഉള്ള വീഡിയോ ഉണ്ട്, അത് എല്ലാവരും ഒന്ന് കാണുക. രുചികരമായ ചക്കമടൽ തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചക്ക എടുത്ത് അതിൻ്റെ ഈ മുള്ളെല്ലാം ചെത്തിക്കളയണം. മുള്ള് ഇച്ചിരി പോലും ഇരിക്കരുത്, നല്ലപോലെ വൃത്തിയായിട്ട് ചെത്തിക്കളയണം. ഇതുപോലെ കണ്ട ഒരു മുള്ള് പോലും ഇരിക്കരുത്, മുള്ളിരുന്ന കട്ടിയാണ്. അതെല്ലാം വൃത്തിയായിട്ട് ചെത്തിക്കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇത് താഴെ വീഴുന്നതാണ്, മണ്ണ് പറ്റും. അതുകൊണ്ട് നല്ലപോലെ കഴുകി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കൊത്തി അരിഞ്ഞാലും മതി, ഇതുപോലെ ചെറിയ പീസുകളാക്കിയാലും മതി. എന്നിട്ടൊന്ന് കഴുകിയെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലയാണ് വെക്കേണ്ടത്. അതിന് വെളുത്തുള്ളി, ആവശ്യത്തിന് തേങ്ങ, കാന്താരി, മുളക് ഇടണം, കറിവേപ്പില ഇടണം, ജീരകം ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, മുളക് പൊടി ഇടണം. ഇത്രയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതൊന്ന് അരച്ച് മാറ്റി വെക്കണം. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. ആ മുള്ളി എത്തിക്കളയുന്ന ഒരു പാടേ ഉള്ളൂ, ബാക്കിയൊക്കെ വളരെ ഈസിയാണ്. നമ്മൾ അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇത്ര ഇട്ട് കൊടുത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ആവശ്യമായ 2 സവാളയും പിന്നെ പച്ചമുളകും. സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയായാലും മതി, നല്ലതാണ്. നമ്മൾ സവാളയാണ് എടുത്തേക്കുന്നത്, അതൊന്നും ഇട്ട് കൊടുക്കണം. അത് മൂപ്പിക്കൊന്നും വേണ്ട, വഴറ്റിയൊന്നും വേണ്ട. അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചക്കമടലും ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിന് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട, വേവ് കുറവാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ല വൃത്തിയായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് അടച്ചു വെക്കണം. ആവശ്യത്തിന് ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളയാകുമ്പോഴത്തേന് അത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, നമ്മളത് അടപ്പ് തിളയായപ്പോൾ ഒന്ന് കുത്തി. വെള്ളമൊക്കെ ഉണ്ട്, ചക്കമടലിൽ നിന്നും വെള്ളം ഇറങ്ങും. അത് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി വൃത്തിയായിട്ട് ഇളക്കി ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റോളം ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് അടച്ചു കൊടുക്കണം. അങ്ങനെ അടച്ചു കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളതെടുത്ത് നല്ലപോലെ നല്ല മണമാണ് വരുന്നത്. എനിക്കൊന്ന് ചക്കക്കായി നല്ല ടേസ്റ്റാണ് ചക്കമടലിന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് ഇടണം. കഴിച്ചവർ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം. ഇത് ഇങ്ങനെയാണോ വെക്കുന്നത് അതോ വേറെ രീതിയിൽ വെക്കാമോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം, കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ ഇതൊന്ന് ഇനി ഒരു 1-2 മിനിറ്റ് വെച്ച് ഒന്ന് തോത്തിയെടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള തോരൻ, എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.